നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 29ഉം 30ഉമാണ്. ആർട്ടിക്കിൾ 29ഉം 30ഉം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളുകളാണ്. എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29ഉം 30ഉം. നമുക്ക് ആർട്ടിക്കിൾ 29ഉം 30ഉം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. അതിനു മുൻപ് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. അതൊന്ന് ഓർത്തു വെക്കുക. ഒന്നാമത്, ന്യൂനപക്ഷ പദവി എന്ന് പറയുന്നത് മതത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല. എന്താണ്? ന്യൂനപക്ഷ പദവി എന്നുള്ളത് മതത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല. ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷങ്ങൾ എന്താണ്? ഇതിൻ്റെ പരിധിയിൽ പെടുന്നുണ്ട്. മതത്തെ മാത്രം ആശ്രയിച്ചല്ല നമ്മളൊരു വിഭാഗം ജനതയെ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. മതത്തിനൊപ്പം എന്താണ്? ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ ഇതിൻ്റെ പരിധിയിൽ പെടുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതോടൊപ്പം രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ ഉള്ളവരുമായ വിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ ഉള്ളവരുമായ വിഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു നൽകുന്ന അവകാശമാണെന്ത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണം കൂടി ഉറപ്പുവരുത്തുന്ന അവകാശമാണ്. നമുക്ക് ആർട്ടിക്കിൾ 29ലേക്ക് കടക്കാം. എന്താണ് ആർട്ടിക്കിൾ 29? ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തോ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ ഭിന്നമായ ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29ആണ്. ആർട്ടിക്കിൾ 29(1) പറയുന്ന കാര്യമാണ് ഭാരതത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രദേശത്തോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ ഭിന്നമായ ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 29(1) പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യയുടെ ഭൂപ്രദേശത്തോ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ ഭിന്നമായിട്ടൊരു ഭാഷയോ ലിപിയോ സംസ്കാരമോ ഒക്കെ സ്വന്തമായുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29(1) എന്താണ് ആർട്ടിക്കിൾ 29(2) എന്ന് നോക്കിയാലോ? ആർട്ടിക്കിൾ 29(2) എന്താണ്? ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു പൗരനും പ്രവേശനം നിഷേധിക്കുവാൻ പാടുള്ളതല്ല. അതാണ് ആർട്ടിക്കിൾ 29(2) പറയുന്നത്. ഒരാവർത്തി കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു പൗരനും പ്രവേശനം നിഷേധിക്കുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29(2) ക്ലിയർ ആയോ? ഇനി നമുക്ക് ആർട്ടിക്കിൾ 30 നോക്കാം. ആർട്ടിക്കിൾ 30 എന്താണ്? അതിനു മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 29ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്നൊരു പദം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ആർട്ടിക്കിൾ 29ലാണ്. മനസ്സിലായോ? ഇനി നമുക്ക് ആർട്ടിക്കിൾ 30 എന്താണെന്ന് നോക്കാം, അല്ലേ?
മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 30. എന്താണ്? മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക. എന്താണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും 3 വിധത്തിലാണുള്ളത്. സംസ്ഥാനത്തിൻ്റെ അംഗീകാരവും സഹായവും ലഭ്യമാകുന്നവയുണ്ട്. സംസ്ഥാനത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതും സഹായം ലഭിക്കാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഭരണകൂടത്തിൽ നിന്ന് അംഗീകാരമോ സഹായമോ ആവശ്യപ്പെടാത്ത സ്ഥാപനങ്ങളും ഉണ്ട്. ഇത്തരത്തിൽ 3 തരത്തിലാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്. ഗവൺമെൻറ് നൽകുന്ന ധനസഹായം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വിനിയോഗിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ന്യൂനപക്ഷങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടീച്ചിങ് നോൺ ടീച്ചിങ് ഉദ്യോഗസ്ഥരെയൊക്കെ ഈ ഭരണസമിതിക്ക് നിയമിക്കാൻ പറ്റും. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്ഥാപകർക്ക് സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ നടത്താനും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വിശ്വാസമുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനും ഒക്കെ കഴിയും. അർഹതയുള്ള വിദ്യാർത്ഥികളെ ഈ ഭരണസമിതിക്ക് പ്രവേശിപ്പിക്കാനും ന്യായമായ ഫീസ് ഘടനയൊക്കെ സജീവമാക്കാനുമുള്ള അവകാശങ്ങളും ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 30 പറയുന്നത് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഇത്തരത്തിലൊരു സ്ഥാപനം മതഭാഷാ ന്യൂനപക്ഷങ്ങൾ സ്ഥാപിക്കുമ്പോൾ അവർക്ക് ചില അവകാശങ്ങൾ പ്രത്യേകമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്, ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളെയൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം നിയമിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്ഥാപകർക്ക് സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ നടത്താനും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വിശ്വാസമുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. അർഹതയുള്ള വിദ്യാർത്ഥികളെ ഈ ഭരണസമിതിക്ക് പ്രവേശിപ്പിക്കാനും ന്യായമായിട്ടുള്ള ഫീസ് ഘടന സജീവമാക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശം ഭൂരിപക്ഷവുമായുള്ള തുല്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മനസ്സിലായോ? ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശം ഭൂരിപക്ഷവുമായുള്ള തുല്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 30 നമുക്ക് പറയാനുള്ളത്. ആർട്ടിക്കിൾ 29 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ്. 29, 30 ഈ ആർട്ടിക്കിളുകൾ പറയുന്നത്. 29 പറയുന്നത് 29 ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമൊക്കെയുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർട്ടിക്കിൾ 29 നിന്നും 30 നിന്നും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്.